നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തൃശൂർ കോടാലിയിൽ പാമ്പ് കടിയേറ്റ് മരിച്ച കുട്ടിയുടെ വീട്ടിൽ നിന്നും വീണ്ടും പാമ്പിനെ കണ്ടെത്തിയിരിക്കുന്നുവെന്ന നടുക്കുന്ന വിവരമാണ് പുറത്തുവരുന്നത്. ആൽജോയുടെ മൃതദേഹം കൊണ്ടുവന്ന സമയത്താണ് വീണ്ടും വീട്ടിനുള്ളിൽ നിന്നും പാമ്പിനെ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം നമ്മൾ അറിഞ്ഞതുപോലെ ഈ കുട്ടികൾ കിടന്ന തലയണയുടെ അടിയിലായിരുന്നു പാമ്പിനെ കണ്ടെത്തിയത്. ഇത് കടിച്ച് ഒരു കുട്ടിക്ക് മരണം സംഭവിച്ചു. മറ്റൊരു കുട്ടി ഇപ്പോൾ ആശുപത്രിയിലാണ്, ചികിത്സയിലാണ്. വളരെ നടുക്കുന്ന സംഭവമാണ് ഉണ്ടായത്. അതിനിടയിൽ മരിച്ച കുട്ടിയുടെ മൃതദേഹം ഇന്ന് വീട്ടിലെത്തിച്ചിരുന്നു. അപ്പോഴാണ് വീണ്ടും വീടിനുള്ളിൽ പാമ്പിനെ കണ്ടെത്തിയത്. ശംഖുവരയൻ ഇനത്തിൽപ്പെട്ട പാമ്പിൻ കുഞ്ഞിനെയാണ് വീട്ടിനുള്ളിൽ നിന്നും വീണ്ടും കണ്ടെത്തിയത്. പാമ്പിൻ കുഞ്ഞിനെ നാട്ടുകാർ തല്ലിക്കൊന്നു. വനത്തോട് ചേർന്ന ഒറ്റ നില വീട്ടിലാണ് പാമ്പ് കയറിയതും കുട്ടിയെ കടിച്ചതും. സഹോദരൻ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. ആരോഗ്യനില ഗുരുതരമാണ് എന്നാണ് വിവരം. ഏവരും പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് കുട്ടി തിരികെ ജീവിതത്തിലേക്ക് വരുന്നത് കാണാൻ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. കുട്ടിയുടെ മരണകാരണം ശംഖുവരയന്റെ കടിയേറ്റത് തന്നെയാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിരിക്കുന്നു. തൃശൂർ മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം പരിശോധനയിലാണ് നിർണായക കണ്ടെത്തൽ. പോലീസ് റിപ്പോർട്ട് തള്ളിയാണ് ഫോറൻസിക് സർജന്റെ റിപ്പോർട്ട്. ഭക്ഷ്യവിഷബാധയാണ് കുട്ടിക്കേറ്റതെന്നായിരുന്നു പോലീസിന്റെ റിപ്പോർട്ട്. ആ റിപ്പോർട്ട് തള്ളിയാണ് കുട്ടി പാമ്പ് കടിയേറ്റ് തന്നെയാണ് മരിച്ചതെന്ന റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ആൽജോയുടെ സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം തൃശൂർ കൊടുങ്ങപ്പള്ളിയിൽ നടക്കും. അങ്കമാലി അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ആൽജോയുടെ മൂത്ത സഹോദരൻ അനോജ്. കുട്ടിയുടെ നില ഗുരുതരമാണ്. കഴിഞ്ഞ ദിവസം ശസ്ത്രക്രിയയൊക്കെ നടത്തിയിരുന്നു. നിലവിൽ വെന്റിലേറ്ററിലാണ് കുട്ടി. ഇന്നലെ പുലർച്ചെയാണ് അബോധാവസ്ഥയിൽ സഹോദരങ്ങളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. തുടർന്ന് നാട്ടുകാർ വീട്ടിൽ നടത്തിയ തെരച്ചിലിൽ ശംഖുവരയൻ ഇനത്തിൽപ്പെട്ട പാമ്പിനെ ഇവരുടെ മുറിയിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു. അമ്മയ്ക്കൊപ്പം ആദ്യം കിടപ്പുമുറിയിലും നിലത്തും പിന്നെ കട്ടിലുമാണ് കുട്ടികൾ കിടന്നത്. പുലർച്ചെ 2 മണിയോടെ ഈ 2 കുട്ടികൾക്കും വയറുവേദന, തളർച്ചയൊക്കെ അനുഭവപ്പെട്ടു. കുട്ടികളത് വീട്ടുകാരോട് പറയുകയും ചെയ്തു. മാത്രമല്ല രാത്രി ഒരു ജ്യൂസ് കഴിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഭക്ഷ്യവിഷബാധ ഏറ്റതാകാമെന്ന നിഗമനത്തിലായിരുന്നു ആദ്യം മാതാപിതാക്കളായിരുന്നത്. കുട്ടികളത് അസ്വസ്ഥത അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് കുട്ടികളെയും കൊണ്ട് മാതാപിതാക്കൾ പോയി. മാത്രമല്ല ഈ കുട്ടികളുടെ വായിൽ നിന്ന് നുരയും പതയും വരാൻ തുടങ്ങിയതോടെ 5 മണിയോടെയാണ് ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കുട്ടികളെ എത്തിച്ചത്. പാമ്പ് കടിയാണ് ദേഹാസ്വാസ്ഥ്യത്തിന് കാരണമെന്ന് അവിടുത്തെ ഡോക്ടറാണ് സ്ഥിരീകരിച്ചത്. ആശുപത്രിയിലെത്തി മിനിറ്റുകൾക്കകം ആൽജോയ്ക്ക് ജീവൻ നഷ്ടമായി. പിന്നീടാണ് ഈ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഇത്തരത്തിൽ ഈ തലയണയുടെ അടിയിൽ നിന്നും പാമ്പിനെ കണ്ടെത്തിയത്. മാത്രമല്ല ഇവരുടെ വീട് സ്ഥിതി ചെയ്യുന്നത് റബ്ബർ മരങ്ങളുടെ നടുവിലാണ്. സമീപ പ്രദേശങ്ങളിൽ ശംഖുവരയൻ പാമ്പുകളെ നിരവധി കണ്ടിട്ടുണ്ട് എന്നാണ് നാട്ടുകാർ അടക്കമുള്ളവർ ഇപ്പോൾ പ്രതികരിക്കുന്നത്. വീടിനോട് ചേർത്ത് വെച്ച വിറക് കെട്ടുകളും ഭിത്തിയിലൂടെയുള്ള വള്ളി പടർപ്പുകളും വീടിനുള്ളിലേക്ക് പാമ്പ് കയറാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്ന് സ്ഥലത്തെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. നാട്ടുകാർ തല്ലിക്കൊന്ന പാമ്പിനെ പരിശോധനകൾക്കായി വനംവകുപ്പ് കൊണ്ടുപോയി. നാട്ടുകാരൊക്കെ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നുണ്ട്. സിൽജോയും മക്കളെയും കുറിച്ച് പറയാൻ ഈ നാട്ടുകാർക്ക് ഒരുപാടുണ്ട് പറയാൻ. അച്ഛനും മക്കളും തമ്മിലുള്ള അടുപ്പം അതൊക്കെ വേദനയോടെ ഓർത്തെടുക്കുകയാണ് നാട്ടുകാർ. അച്ഛനും മക്കളും തമ്മിലുള്ള ബന്ധം, അവരുടെ സ്നേഹമൊക്കെ കണ്ടുനിന്ന നാട്ടുകാർക്ക് വിശ്വസിക്കാനാകുന്നില്ല ആ അച്ഛൻ്റെ ഒരു മകൻ മരിച്ചു എന്ന വിവരം. അതെങ്ങനെ ആ പിതാവും മാതാവും ഉൾക്കൊള്ളുമെന്ന ആശയക്കുഴപ്പത്തിലാണല്ലോ, ആശങ്കയിലാണ് അയൽക്കാരും സുഹൃത്തുക്കളും നാട്ടുകാരും ഒക്കെ. കൊടകര മറ്റത്തൂർ കടമ്പോടുള്ള വീട്ടിലെ ഹാളിൽ നിലത്ത് കിടന്നുറങ്ങിയ കാവുങ്ങൽ സിൽജോയുടെ മക്കളായ അൽജോ 8 വയസ്സ്, അനോഷ് 10 വയസ്സ് എന്നിവർക്കാണ് പാമ്പ് കടിയേറ്റത്. ആശുപത്രിയിലേക്ക് പോകും വഴിയാണ് ഇളയ മകൻ മരിച്ചത്. അനോഷ്, മൂത്ത മകൻ ഗുരുതരാവസ്ഥയിലാണ്. ടൈൽ വിരിക്കുന്ന ജോലി ചെയ്യുന്ന വ്യക്തിയാണ് സിൽജോ. അദ്ദേഹത്തിനൊപ്പം ഒട്ടേറെ ജോലിക്കാരുണ്ട്. ചെറുപ്പകാലത്ത് തന്നെ ജോലിക്കിറങ്ങിയ വ്യക്തിയാണ്. മാത്രമല്ല കഴിഞ്ഞ ദിവസം രാത്രി വെള്ളിക്കുളങ്ങരയിൽ ഒരു ആഘോഷ പരിപാടിയിൽ പങ്കെടുത്ത് ഭക്ഷണം കഴിച്ചാണ് മക്കളും സിൽജോയും ഭാര്യ ജോൺസിയും മടങ്ങി വീട്ടിലേക്ക് എത്തിയത്. സഹോദരി ഏഞ്ചൽ ബന്ധു വീട്ടിലായിരുന്നു. വീട്ടിലെത്തി അവോക്കാഡോ ഷേക്ക് ഉണ്ടാക്കി കുടിച്ചിരുന്നു. ചൂട് കാരണമാണ് ഇവർ ഹാളിൽ കിടന്നുറങ്ങാൻ തീരുമാനിച്ചത്. തുടർന്നാണ് കുട്ടികൾക്ക് അസ്വസ്ഥതയുണ്ടായതും ഒടുവിൽ അതൊരു കുട്ടിയുടെ മരണത്തിലേക്ക് നയിക്കപ്പെട്ടതും. ഹാളിൽ നിന്ന് തന്നെ പാമ്പിന്റെ കടിയേറ്റു എന്നാണ് നിഗമനം. വെളുപ്പിന് മക്കളുടെ ഗുരുതരാവസ്ഥ തിരിച്ചറിഞ്ഞ് ബൈക്കിൽ അവരെ വെച്ച് ആംബുലൻസ് തേടി ആ പിതാവ് പായുന്നുണ്ടായിരുന്നു. തൻ്റെ മക്കൾക്കൊന്നും സംഭവിക്കല്ലേ എന്ന പ്രാർത്ഥനയോടെ ആഗ്രഹത്തോടെയാണ് ആ പിതാവ് കുട്ടികളുടെ ജീവൻ രക്ഷിക്കാനായി പാഞ്ഞത്. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു അവർക്കായി കാത്തുവെച്ചത്. ഡോക്ടർമാർ പറഞ്ഞതനുസരിച്ച് തിരിച്ചെത്തി വീട്ടിൽ പരിശോധിച്ചപ്പോഴാണ് പാമ്പിനെ കണ്ടെത്തിയത്. വിവരമറിഞ്ഞ് നാട്ടുകാരും ഇവിടേക്ക് എത്തുകയുണ്ടായി. പിന്നീട് പോലീസും ഫോറൻസിക് വിദഗ്ധരും വീട്ടിലെത്തി വീട് പരിശോധിച്ചു. സ്ഥലത്തെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പരിസരം പരിശോധിച്ചു. വീടിന് ചുറ്റും വള്ളിച്ചെടികൾ ഉള്ളതും എയർഹോളുകൾ തുറന്നു കിടക്കുന്നതും പാമ്പ് കയറാൻ കാരണമായിട്ടുണ്ടാകും എന്നാണ് നിലവിലെ നിഗമനം.
മാത്രമല്ല ഈ തൊട്ടടുത്ത് തന്നെ റബ്ബർ തോട്ടമുണ്ട്, അതിനപ്പുറം വനമേഖലയാണ്. അപ്പോൾ വനമേഖല ആകുമ്പോൾ പാമ്പുകൾ ധാരാളം ഉണ്ടാകും, അതിനുള്ള സാധ്യതയുണ്ട്. ചൂട് കൂടിയത് കൊണ്ട് തന്നെ തണുപ്പുള്ള സ്ഥലം നോക്കി ഇറങ്ങുന്നത് സാധാരണമാണ്. ഈ സിറിഞ്ചിൻ്റെ സൂചിയേക്കാൾ നേർത്ത പല്ലാണ് വെള്ളിക്കെട്ടൻ ഇനത്തിലുള്ള പാമ്പിനെന്നാണ് വനവകുപ്പ് വിദഗ്ധർ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് കടിച്ച പാട് വളരെ നേർത്തതായിരിക്കും. ചെറിയ പാമ്പാണെങ്കിലും വിഷത്തിൻ്റെ വീര്യത്തിൽ വലിയ കുറവുണ്ടാകില്ല. ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ട വേദനയ്ക്കിടയിലും മൂത്ത മകനെ ഞങ്ങൾക്ക് തിരികെ കിട്ടണേ എന്ന പ്രാർത്ഥനയോടെ ആ മാതാപിതാക്കൾ കാത്തിരിക്കുകയാണ്. എന്തായാലും വളരെ വേദനാജനകമായ വാർത്തയാണ് ഉണ്ടായിരിക്കുന്നത്. ഇത്തരത്തിൽ നമ്മളും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു, നമ്മളും സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ചൂടുകാലമാണ്. ഇപ്പോൾ ഈ വീട്ടിൽ സംഭവിച്ചത്, ഈ അവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ മുന്തിരിവള്ളി പടർപ്പൊക്കെ ഉണ്ട്. ഇതിലൂടെ ആയിരിക്കാം പാമ്പ് അകത്തേക്ക് എത്തിയതെന്ന നിഗമനമുണ്ട്. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ തീർത്തും നമ്മളും വളരെ ജാഗ്രതയോടെ ആയിരിക്കുക. സൗകര്യങ്ങൾ, അതായത് അപകടങ്ങൾ വീട്ടിലേക്ക് വരാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാതിരിക്കുക. ഒരു കുട്ടി മരിച്ച വേദനയിലാണ് ആ പിതാവായിരിക്കുന്നത്. ആ പിതാവിനെ ആശ്വസിപ്പിക്കാനുള്ള വലിയൊരു ശ്രമം കൂട്ടുകാരുടെ ഭാഗത്തു നിന്നുമുണ്ട്. സങ്കടം താങ്ങാനാകാതെ സഹിക്കാനാകാതെ അമ്മ ജോൺസി തളർന്നു വീണ് ആശുപത്രിയിലും. ആൽജോയുടെ മൂത്ത സഹോദരി 9ാം ക്ലാസ്സുകാരിയും വളരെയധികം വേദനയിലാണ്. ചൂടായതുകൊണ്ട് തന്നെ ജനൽ വാതിലുകൾ തുറന്നിട്ടാണ് കുടുംബം കിടന്നുറങ്ങിയിരുന്നത്. വീടിന് മുന്നിലെ പർഗോള ഗ്ലാസ് ഇടാത്ത നിലയിലാണ്. വീടിനോട് ചേർന്ന് മുൻഭാഗത്ത് മുന്തിരി വള്ളികൾ നട്ടുപിടിപ്പിച്ചിട്ടുമുണ്ട്. ചുമര് വഴി സഞ്ചരിക്കാൻ കഴിവുള്ള പാമ്പിനെയാണ് വീടിനുള്ളിൽ കണ്ടെത്തിയത്. അതിനാൽ ഇതിലേതെങ്കിലും വഴിയായിരിക്കാം പാമ്പ് വീടിനകത്തേക്ക് കയറിയത് എന്ന നിഗമനത്തിലാണ് നാട്ടുകാരായിരിക്കുന്നത്. വീടിനോട് ചേർന്ന് 300 മീറ്ററോളം റബ്ബർ തോട്ടമാണ്. അത് കഴിഞ്ഞാൽ വനമേഖലയാണ്. കോടശ്ശേരി മല എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അവിടെയാണ് നാഗത്താൻ പാറ. വനപ്രദേശമായതുകൊണ്ട് തന്നെ അവിടെ പാമ്പുകളെ കാണാറുണ്ട് എന്ന് നാട്ടുകാർ അടക്കമുള്ളവർ പറയുന്നുണ്ട്. പക്ഷെ ആർക്കും ഇതുവരെ കടിയേറ്റതായി കേട്ടിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും ഈ ഒരു ദുരന്തം, നാടിനെ നടുക്കിയ ഒരു ദുരന്തം, അതിൻ്റെ ഒരു ഞെട്ടലിലാണ് കോടശ്ശേരി മലയുടെ താഴ്വാരം. ചൂടിൽ നിന്ന് ആശ്വാസം തേടി ജനൽ തുറന്നിട്ടുറങ്ങിയ ഒരു കുടുംബത്തിൻ്റെ ഒരു കുടുംബത്തിലേക്കാണ് ഈ ഒരു ദുരന്തം ഒരു വെള്ളിക്കെട്ടൻ്റെ രൂപത്തിൽ ഇഴഞ്ഞെത്തിയിരിക്കുന്നത്. 8 വയസ്സുകാരൻ ആൽജോയുടെ ജീവൻ കവർന്നെടുത്ത രാത്രിയുടെ നടുക്കുന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അത് അക്ഷരാർത്ഥത്തിലൊരു നോവായി മാറുകയാണ്. വീടിനോട് ചേർന്ന് 300 മീറ്ററോളം റബ്ബർ തോട്ടമാണ്. അത് കഴിഞ്ഞാൽ വനമേഖലയാണ്. അപ്പോൾ അവിടുത്തെ പ്രദേശമൊക്കെ വനം നിറഞ്ഞതാണ്. അപ്പോൾ കാട് പിടിച്ച പ്രദേശത്ത് പാമ്പ് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്നത് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ തീർത്തും നമ്മളും കുറച്ച് ജാഗ്രതയൊക്കെ പാലിക്കേണ്ടതായിട്ടുണ്ട്. വീടും പരിസരവും ഒക്കെ വൃത്തിയായി സൂക്ഷിക്കണം. ചപ്പുചവറുകൾ കൂട്ടിയിടാതെ മുറ്റവും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം. മാത്രമല്ല പാമ്പിന് വസിക്കാനുള്ള സാഹചര്യം വീടിന് സമീപത്ത് ഉണ്ടാകാതിരിക്കണം. കരിയില, മരക്കഷ്ണം, തൊണ്ട്, പൊട്ടിയ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ, വൈക്കോൽ തുടങ്ങി പാമ്പിന് കയറിയിരിക്കാൻ കഴിയുന്ന വസ്തുക്കളെല്ലാം നീക്കം ചെയ്യണം.